ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തപസ്സുകാലം നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 23-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാർക്കൊരു താക്കീത് നൽകുകയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ. ഫരിസേയരെയും നിയമജ്ഞരെയും അവർ പറയുന്നത് കേട്ടാലും അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത് എന്ന് യേശുനാഥൻ പറയുകയാണ്. അതിൻ്റെ കാരണം അവർ പറയുന്നതല്ലാതെ ജീവിതത്തിൽ യാതൊന്നും പ്രാവർത്തികമാക്കുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞിരുന്നത് എന്താണ്? അവർ പറഞ്ഞിരുന്നത് തോറയാണ്. ഈ പഴയ നിയമത്തിൻ്റെ വ്യാഖ്യാതാക്കളായിരുന്നു ഈ രണ്ടുപേരും. അപ്പോൾ അവർ നിയമങ്ങൾ പഠിപ്പിച്ചിരുന്നു, പക്ഷേ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരുന്നില്ല. അതിന് യേശുനാഥൻ വളരെ ഗൗരവത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട് അവരെക്കുറിച്ച്. അവർ ഒത്തിരി അധികം നിയമങ്ങൾ മനുഷ്യരുടെ മേൽ കെട്ടിവെച്ചു, പക്ഷേ മനുഷ്യരെ ഒന്ന് സഹായിക്കാൻ അവരാരും തയ്യാറായിരുന്നില്ല. അവർ ആ സമൂഹത്തിലെ നിയമജ്ഞരും ആ സമൂഹത്തിലെ വലിയ സ്ഥാനമാനങ്ങൾ വഹിച്ചിരുന്നവരൊക്കെയാണ്. അത് ആ സമൂഹത്തിലെ ഉന്നത അധികാരികളാണ്. അപ്പോൾ അവർ ഒത്തിരിയധികം നിയമങ്ങൾ നൽകിയിരുന്നു, പക്ഷെ മനുഷ്യരെ ഒത്തിരിയധികം അവർ വേദനിപ്പിച്ചിരുന്നു. അവർ ഒരിക്കലും മനുഷ്യരെ മനുഷ്യരായി കണ്ടിരുന്നില്ല. അതിൻ്റെ കാരണം യേശുനാഥൻ്റെ കാലമായപ്പോഴേക്കും ഇസ്രായേലിൽ എഴുതിയതും എഴുതപ്പെടാത്തതുമായ ഒത്തിരി അധികം നിയമങ്ങളുണ്ടായിരുന്നു. ഏതാണ്ട് 600-ലധികം നിയമങ്ങളുടെ വ്യാഖ്യാനങ്ങളൊക്കെ ഇസ്രായേലിലുണ്ടായിരുന്നു. ദൈവം നൽകിയ 10 കൽപ്പനകളെ അവർ വ്യാഖ്യാനിച്ച് ഇപ്രകാരമൊക്കെ ആക്കിയതാണ്. അപ്പോൾ അത് മനുഷ്യരുടെ മേലെ അടിച്ചമർത്തി മനുഷ്യരെ ഒരു അടിമകളെ പോലെ അവർ കൈകാര്യം ചെയ്തിരുന്നു. അപ്പോൾ അതിനെതിരെയാണ് യേശുനാഥൻ പറയുന്നത്. എന്നിട്ട് യേശുനാഥൻ പറയുന്നത്, നിങ്ങൾ അവരെ പോലെ ആകരുത്, നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന മനുഷ്യരാകണം, മറ്റു മനുഷ്യരെ നിങ്ങൾ അടിച്ചമർത്തുന്നവരാകരുത്. അപ്പോൾ ഈ തപസ്സുകാലത്ത് യേശുനാഥൻ നമ്മളോടും ആവശ്യപ്പെടുന്ന വളരെ മനോഹരമായ ഒരു സംഗതിയും അതാണ്. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ മേൽ ഭാരങ്ങൾ കയറ്റി വയ്ക്കുന്ന മനുഷ്യരാകാതെ അവരെ സഹായിക്കുന്ന മനസ്സുള്ള മനുഷ്യരായി നമ്മൾ മാറണം. യേശുനാഥനെ പോലെ അവൻ വീണവരെ പിടിച്ചുയർത്താൻ വന്നവനാണ്. അവൻ ചില നിയമങ്ങളിലെ കർക്കശമൊക്കെ കാണിച്ചിരുന്നു, പക്ഷേ ആ കർക്കശം മനുഷ്യരെ തകർത്താനല്ല, മനുഷ്യരുടെ ജീവിതത്തിലേക്ക് പിടിച്ചുയർത്താനാണ്. അപ്പോൾ നമ്മുടെ ജീവിത പരിസരങ്ങളിലും വീണു പോകാൻ സാധ്യതയുള്ള മനുഷ്യരെയൊക്കെ കൈപിടിച്ചുയർത്തുന്ന മനുഷ്യർ, അത് ആത്മീയമായിക്കൊള്ളട്ടെ ശാരീരികമായിക്കൊള്ളട്ടെ, നമ്മുടെ കുടുംബ ജീവിത പശ്ചാത്തലങ്ങളിലൊക്കെ അധികാരി ചമഞ്ഞ് മറ്റു മനുഷ്യരെ അടിമകളായി കണക്കാക്കാതെ അവരെയും ഈ കാലത്ത് സഹായിക്കാൻ, ഇത് തപസ്സുകാലത്തിൽ മാത്രം നിലനിർത്തേണ്ട ഒരു വസ്തുതയല്ല, ഇത് ജീവിതത്തിലുടനീളം നമ്മൾ പ്രാവർത്തികമാക്കണമെന്ന് യേശുനാഥൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ചുറ്റുമുള്ള മനുഷ്യരെ സഹായിക്കുന്ന മനുഷ്യരായി മാറാൻ ആ ആത്മീയതയാണ് യേശുനാഥൻ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ആത്മീയത. അതാണ് ഫരിസേയ മനോഭാവത്തെ ഇല്ലാതാക്കുന്ന ആത്മീയത. അപ്പോൾ ഈ തപസ്സുകാലത്ത് യേശുനാഥൻ ആഗ്രഹിക്കുന്നത് പോലെ ഭാരം കയറ്റിവെക്കുന്ന മനുഷ്യരാകാതെ മറ്റു മനുഷ്യരുടെ ഭാരങ്ങൾ കുറച്ചു കൊടുക്കുന്ന സ്നേഹമുള്ള മനുഷ്യരാകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.